Hi everyone, welcome back to my classroom. Today we are going to discuss about standard costing, variance analysis. Okay, first we are going through the meaning and definition of standard cost and standard costing. A standard is a norm or criterion with which comparison can be made. കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോമിനെ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു കൊഹ്ലർ, എൽ കൊഹ്ലർ, സ്റ്റാൻഡേർഡ് ഈസ് എ ഡിസയേർഡ് അറ്റൈനബിൾ ഒബ്ജക്റ്റീവ് പെർഫോമൻസ്, എ ഗോൾ, എ മോഡൽ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ അറ്റൈനബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അതായത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷ്യം, അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗോൾ, ആ മോഡൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുന്ന ഒന്നാണ് ഇത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതൊരു ഡിസൈഡ് അറ്റൈനബിൾ ഒബ്ജക്റ്റീവാണ്. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമിൻഡ് എസ്റ്റിമേറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ്. ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഒരു ഊഹിച്ച് നമ്മൾ വയ്ക്കുന്ന ഒരു ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഓഫ് ക്വാണ്ടിറ്റീസിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കോസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് ഇത്ര രൂപ ചിലവിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇത്രയാണെന്ന് നമ്മൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാം. 20 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പാസ്റ്റ് ഇൻഫർമേഷനൊക്കെ വെച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റ് ഫേമിനെയോ മറ്റ് കമ്പനീസിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് കമ്പയർ ചെയ്യാൻ ശരിക്കും എത്ര കോസ്റ്റാണോ വന്നത്, എന്നിട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തതും ശരിക്കും വന്ന കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ രീതിയിലാണോ നമ്മൾ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ, കമ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രീഡിറ്റർമിൻഡ് കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റാണ് പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ ടാർഗറ്റ് കോസ്റ്റ് വിച്ച് ഷുഡ് ബി അറ്റൈൻഡ്. നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദി കോസ്റ്റിംഗ് ടെർമിനോളജി ഓഫ് CIMA London define standard cost as a predetermined cost based on technical estimate of material, labor and overhead for a selected period of time and for a prescribed set of working conditions. Standard cost may be described as common sense cost. In short, it is a predetermined cost. അപ്പോൾ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് നമുക്കതിനെ പറയാം. കോമൺ സെൻസ് കോസ്റ്റ് എന്നും അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ, എത്ര ഓവർ ഹെഡ് വരും, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഇന്ന വർക്കിംഗ് കണ്ടീഷനിൽ ഓവർ ഹെഡ് ഇത്ര വരും, ലേബേഴ്സിൻ്റെ കോസ്റ്റ് ഇത്ര വരും, മെറ്റീരിയൽ കോസ്റ്റ് ഇത്ര വരും, അങ്ങനെ മുൻകൂട്ടി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു പ്രീഡിറ്റർമിൻഡ് കോസ്റ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഡെഫിനിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ദി ടെക്നിക്ക് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതായത് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആകുമ്പോൾ ആ ഒരു ടെക്നിക്കിനെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് ദി പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അപ്ലൈയിങ് ദം ടു മെഷർ വേരിയേഷൻസ് ഫ്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അനലൈസിങ് കോസസ് ഓഫ് വേരിയേഷൻസ് വിത്ത് എ വ്യൂ ടു മെയിൻറ്റെയിൻ മാക്സിമം എഫിഷ്യൻസി. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അതേപോലെ അത് അപ്ലൈ ചെയ്യുന്നു, അതിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡും കൂടെ കമ്പയർ ചെയ്ത് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു.
ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്ത് റീസൺ കൊണ്ടാണ്, ഏതൊക്കെ കോസസ് കാരണങ്ങൾ കൊണ്ടാണ് വേരിയേഷൻ വന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ മാക്സിമം എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. It is a technique which uses standards for cost and revenue for the purpose of control through variance analysis. ഇപ്പോൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇതൊരു ടെക്നിക്കാണ്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നു. കോസ്റ്റും റവന്യൂ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. വാരിയൻസ് അനാലിസിസിലൂടെയാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഇറ്റ് ഈസ് എ ടെക്നിക്ക് known as standard costing. These costs are established for each element of cost. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. അത് പ്രീവിയസ് എക്സ്പീരിയൻസ്, പാസ്റ്റ് ഇൻഫർമേഷൻസ്, പാസ്റ്റ് ഡാറ്റ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നു എന്ന് പ്രീവിയസ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതല്ല, പുതിയൊരു പ്രോഡക്റ്റിന് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഇതേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് കമ്പനീസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ ടെക്നിക്കൊക്കെ നോക്കി ഏകദേശം അവർ എത്ര മാർക്കറ്റിൽ അവരുടെ പ്രോഡക്റ്റിന് എത്ര രൂപയാണ്, അവർക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാകും, അതിനനുസരിച്ച് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണോ അത് ഡിറ്റർമിൻ ചെയ്യുക. ദെൻ റെക്കോർഡിംഗ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. നമ്മൾ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ആക്ച്വലി എത്ര കോസ്റ്റായി എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ നമുക്ക് എത്രയാണ് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ, ഓവർ ഹെഡൊക്കെ വന്ന് എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് ടോട്ടൽ കോസ്റ്റ് എത്രയാണോ വന്നത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ദെൻ കമ്പാരിസൺ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ. ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റും ഇപ്പോൾ ശരിക്കും വന്നിട്ടുള്ള കോസ്റ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വേരിയേഷൻ വരാം, ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഡിഫറൻസ് വന്നേക്കാം. അതൊരു പക്ഷേ കൂടുതലായിരിക്കാം, അതല്ലെങ്കിൽ കുറവായിരിക്കാം. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആവുക എപ്പോഴാണ്? നമ്മൾ 20 രൂപ ഫിക്സ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 20 രൂപ നമ്മൾ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. ഓക്കെ, പക്ഷേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് 18 രൂപയ്ക്ക് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ 2 രൂപ എന്ന് പറയുന്നത് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് 20 ആണ്, പക്ഷെ അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അത് പോസിറ്റീവ്, ഫേവറബിൾ ആയിട്ടുള്ളൊരു വേരിയൻസ് ആണ്. പക്ഷേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് 21 22 ആയിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള വേരിയൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് പറയുന്നത് കൂടുതലോ കുറവോ ആവാം. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് വാരിയൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താണ്, രണ്ടും കൂടെ കമ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു ഡിഫറൻസ്, വാരിയൻസ് എന്താണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഫൈൻഡിങ് ഔട്ട് റീസൺ ഫോർ വാരിയൻസ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, എന്താണോ റീസൺ, ഈ ഒരു ഡിഫറൻസ് വരാൻ, ഈ ഒരു വാരിയൻസ് വരാൻ എന്താണോ കാരണം അത് കണ്ടുപിടിക്കലാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കോസ്റ്റ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്, ലേബർ കോസ്റ്റ് എങ്ങനെയാണ്, മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയാണ്, അതേപോലെ ഓവർ ഹെഡ് ഒരു എക്സ്പെൻസും എങ്ങനെയാണ് വന്നത്, ഏതിലൂടെയാണ് ഇത് ഇൻക്രീസ് ആവാൻ കാരണം അല്ലെങ്കിൽ ഡിക്രീസ് ആവാൻ കാരണം, വാരിയൻസിൻ്റെ റീസൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ റിപ്പോർട്ടിംഗ് വാരിയൻസ് ടു മാനേജ്മെൻറ്റ് ഫോർ കറക്റ്റീവ് ആക്ഷൻ. മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും, ഇന്ന കാരണങ്ങൾക്കൊക്കെ കൊണ്ടാണ് വാരിയൻസ് വന്നത്, മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഫോർ ടേക്കിംഗ് കറക്റ്റീവ് റെമഡിയൽ മെഷേഴ്സ്. എന്തിനു വേണ്ടിയിട്ട് തിരുത്തണം അല്ലേ, അപ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത നമുക്ക് വേരിയൻസ് അനാലിസിസ് പഠിക്കണം. വേരിയൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡും ആക്ച്വലും കമ്പയർ ചെയ്ത് വാരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. കോസസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് വാരിയൻസ് വന്നതെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വാരിയൻസ് അനാലിസിസ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മാനേജറിയൽ യൂസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇറ്റ് ഇൻഡിക്കേറ്റ് ഏരിയ വേർ വാരിയൻസ് അറൈസസ്. ദിസ് ഫെസിലിറ്റേറ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇവിടെ മാനേജ്മെൻറ്റിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏത് ഏരിയയിലാണ് വാരിയൻസ് വന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഐഡൻറ്റിഫൈ ദി കോസസ് ഓഫ് വാരിയൻസ്. വാരിയൻസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളതും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. This helps to assign the responsibility for variance to a particular department. In other words, it helps to pinpoint responsibilities for the variance.
അപ്പോൾ വാരിയൻസിൻ്റെ റീസൺ കണ്ടുപിടിച്ചാൽ ഏത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോൾട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങനെയാണ് അത് റേസ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് വാരിയൻസ് വന്നത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള വാരിയൻസ് ആണെങ്കിൽ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, അതായത് കോസസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ എഫക്റ്റീവ് ടൂൾ ഫോർ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണിത്. കോസ്റ്റ് കൺട്രോൾ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പലതരം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും, അവരുടെയൊക്കെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഫ്യൂച്ചർ പ്ലാനിങ്ങിന്, അതുപോലെ പോളിസീസൊക്കെ പുതിയ പോളിസീസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കും. ആൻഡ് ക്രിയേറ്റിംഗ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് കോൺഷ്യസ്നെസ് എമംഗ് പേഴ്സണൽ. അതായത് കോസ്റ്റ് കോൺഷ്യസ് ഓരോന്ന് ചിലവാക്കുമ്പോഴും അധിക എക്സ്പെൻസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. എല്ലാവരും കോൺഷ്യസ് ആയിരിക്കും. പുതിയ കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റ് എമംഗ് മാനേജീരിയൽ പേഴ്സണൽ. മാനേജീരിയൽ പേഴ്സൻ്റെ ഇടയിൽ ഒരു നല്ല ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. വാരിയൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ വാരിയൻസ് എന്താണ്? വാരിയൻസ് മീൻസ് എ ഡിഫറൻസസ് ഓർ ഡീവിയേഷൻ. എന്താണോ ഡിഫറൻസ്, വ്യത്യാസം വന്ന ഡീവിയേഷൻ എന്താണോ അതാണ് വാരിയൻസ് പറയുന്നത്. ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലോ വാരിയൻസ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വാരിയൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. ഇറ്റ് ഈസ് എ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഫ്രം സ്റ്റാൻഡേർഡ്. ഓക്കെ, according to CIMA London, variance is difference between standard cost and comparable actual cost incurred during a period. Clear അല്ലേ? Variance may be favorable or unfavorable. നേരത്തെ ഡിസ്കസ് ചെയ്തു, വാരിയൻസ് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. ആക്ച്വൽ കോസ്റ്റ് ഇസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ്. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ the difference is known as favorable or positive variance. It is the sign of efficiency. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 20 റുപ്പീസാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് കോസ്റ്റായിട്ട്. പക്ഷേ ആ പ്രോഡക്റ്റ് 18 റുപ്പീസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ദാറ്റ് ഈസ് എ സൈൻ ഓഫ് അവർ എഫിഷ്യൻസി. അത് നമ്മുടെ എഫിഷ്യൻസിയുടെ ഒരു സൈനാണ്. ഓക്കെ, അവിടെ പോസിറ്റീവായിട്ടുള്ള വാരിയൻസ് ആണ്, ഫേവറബിൾ ആയിട്ടുള്ള വാരിയൻസ് ആണ്. ക്ലിയർ അല്ലേ? ഫേവറബിൾ അല്ലെങ്കിൽ പോസിറ്റീവ് വാരിയൻസ്. ഓക്കെ, പിന്നെ ഇഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ്, ആക്ച്വൽ കോസ്റ്റ് സംഭവിച്ചത് മോർ ദാൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഡിഫറൻസ് ഈസ് നോൺ ആസ് അൺഫേവറബിൾ ഓർ അഡ്വേഴ്സ് വാരിയൻസ്. നേരെ തിരിച്ച് അൺഫേവറബിൾ ആയിട്ടൊരു വാരിയൻസ് ആണ്, അവിടെ സൈൻ ഓഫ് ഇൻഎഫിഷ്യൻസി ആണ് കാണിക്കുക. പോസിറ്റീവ് വാരിയൻസ് പറയുന്നത് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വാരിയൻസ് ആണ്. നെഗറ്റീവ് വാരിയൻസ് പറയുന്നത് അൺഫേവറബിൾ ആയിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള വാരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വാരിയൻസ് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. അനാലിസിസ് ഓഫ് വാരിയൻസ് മീൻസ് ക്യാരിയിങ് ഔട്ട് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ടു ഐഡൻറ്റിഫൈ റീസൺ ഫോർ വാരിയൻസ്. അത് നമ്മൾ നേരത്തെ പറയുണ്ടായി. വാരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ ആക്ച്വൽ കോസ്റ്റും കമ്പയർ ചെയ്ത് വാരിയൻസ് കണ്ടുപിടിക്കുന്നു. വാരിയൻസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ദ വാരിയൻസ്. വാരിയൻസ് വരാനുള്ള റീസൺസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അനാലിസിസ് ഓഫ് വാരിയൻസ് അല്ലെങ്കിൽ വാരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിയിങ് ഔട്ട് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ടു ഐഡൻറ്റിഫൈ റീസൺ ഫോർ ദി വാരിയൻസ്. ക്ലിയർ? നെക്സ്റ്റ്, ഈ വാരിയൻസ് എന്ന് പറയുന്നത് പല ടൈപ്പ് വാരിയൻസ് ഉണ്ട്. അതിൽ മെറ്റീരിയൽ വാരിയൻസ് ഉണ്ട്. മെറ്റീരിയൽ വാരിയൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് തന്നെ വിളിക്കാം. മെറ്റീരിയൽ വാരിയൻസ് ഇവിടെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ശരിക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ തിയറി മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. പ്രോബ്ലംസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തിയറി മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ വാരിയൻസ് ആർ 3 ടൈപ്സ്: മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. അങ്ങനെ 3 ടൈപ്പ് വാരിയൻസ് ആണ് മെറ്റീരിയൽ വാരിയൻസിൽ വരുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, അതേപോലെ ഏതൊക്കെയാണ്? മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ സ്പെസിഫൈഡ് ഫോർ ദി ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്. മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് നമ്മൾ ആദ്യം പ്രീ ഡിറ്റർമിൻ ചെയ്യും. ആക്ച്വലി എത്ര മെറ്റീരിയൽ കോസ്റ്റ് യൂസ് ചെയ്തു തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാരിയൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത്.
that is material cost variance is divided into material price variance and usage variance. ഇതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും യൂസേജ് വാരിയൻസും വരുന്നത്. പ്രൈസ് വാരിയൻസ് എന്ന് പറയുന്നത് it is a part of cost variance, material cost variance, which is due to difference between standard price and actual price. ഇത് സ്റ്റാൻഡേർഡ് പ്രൈസും മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് അവിടെ വാരിയൻസ് വന്നതെങ്കിൽ ദറ്റ് ഈസ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്. അതല്ല മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണ് എങ്കിൽ ഇതും എന്തിൻ്റെ പാർട്ടാണ്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിൻ്റെ പാർട്ടാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാണ്ടിറ്റി യൂസ്ഡ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തു എന്നുള്ളതും അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് പറയുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദി എബോവ് ടൈപ്സ് ദർ ആർ 2 more types of material variance. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഭാഗമാണ് പ്രൈസ് വാരിയൻസും യൂസേജ് വാരിയൻസും. ഇതിന് പുറമെ വേറെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ടൈപ്പും കൂടെ വരുന്നുണ്ട്. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ആൻഡ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് പറയുന്നത് ഇറ്റ് അറൈസ് ഓൺലി വെൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആർ മിക്സഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മിക്സ്ചർ ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന വാരിയൻസ്, കെമിക്കൽസ്, പെയിൻറ്റ്സ്, അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ നമുക്ക് പറയാം. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ഈസ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ കോമ്പോസിഷൻ ഓഫ് മിക്സർ. യൂസേജ് വാരിയൻസിൻ്റെ ഒരു പാർട്ടാണ് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്ന് പറയുന്നത്. ഈ മിക്സ് വാരിയൻസ് വരുന്നത് ഡിഫറെൻറ്റ് മിക്സസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടും ആക്ച്വലും ആ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പോസിഷൻ ഓഫ് മിക്സറിൽ വരുന്ന ഡിഫറൻസ് ദാറ്റ് ഈസ് എന്ത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ആണ്. മെറ്റീരിയൽ ഈൽഡ് ഇറ്റ് ഈസ് എ വാരിയൻസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ഈസ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് and it is due to the difference between material yield and actual yield. yield എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടായിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഈൽഡ് അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ട് ആക്ച്വൽ ഈൽഡ്, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഡിഫറൻസ് വരികയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി നോൺ ആസ് മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. ഓക്കെ, ഇത്രയാണ് മെറ്റീരിയൽ വാരിയൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ലേബർ കോസ്റ്റ് വാരിയൻസ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ വേജ് വാരിയൻസ് കൂടെ നമുക്ക് അതിനെ വിളിക്കാം. മെറ്റീരിയലിൻ്റെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് ഈ സംഭവം. ഇവിടെ ലേബർ കോസ്റ്റ് വാരിയൻസ് ഉണ്ട്. ലേബർ കോസ്റ്റ് വാരിയൻസ് പറയുന്നത് വേജ് വാരിയൻസ് ആണ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ ഏകദേശം ഇത്ര ലേബർ കോസ്റ്റ് വരും പ്രിഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡായിട്ട്. അതും ആക്ച്വലി ഇൻകർ ചെയ്തിട്ടുള്ള ലേബർ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൈസ് ചെയ്യുന്നതാണ് ലേബർ കോസ്റ്റ് വാരിയൻസ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലേബർ റേറ്റ് വാരിയൻസ്, ലേബർ എഫിഷ്യൻസി വാരിയൻസ്, ഐഡിൽ ടൈം വാരിയൻസ്. ഇതിൽ ലേബർ റേറ്റ് വാരിയൻസ് പറഞ്ഞാൽ ലേബർ റേറ്റ് ഓഫ് പേ വാരിയൻസ്. ഇറ്റ് ഈസ് സിമിലർ ടു മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലേബർ കോസ്റ്റ് variance which arises due to the difference between standard rate specified and actual rate paid. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈ ചെയ്തതും ആക്ച്വലി എത്ര കൊടുത്തു അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ലേബർ റേറ്റ് വാരിയൻസ് റൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലേബർ എഫിഷ്യൻസി വാരിയൻസ്. ലേബർ എഫിഷ്യൻസി വാരിയൻസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വാരിയൻസ്. ലേബർ കോസ്റ്റ് വാരിയൻസിൻ്റെ ഒരു പോർഷനാണ് ദാറ്റ് ഈസ് അറൈസസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ ഹവേഴ്സ് സ്പെൻറ്റ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ ഏകദേശം എടുക്കുമെന്ന് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അയാൾ ശരിക്കും എടുത്ത ടൈം എത്രയാണോ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 8 മണിക്കൂറാണ്. പക്ഷേ അയാൾ 7 മണിക്കൂർ കൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു വാരിയൻസ് ആയിരിക്കും. പക്ഷേ അയാൾ 9 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവായിട്ടുള്ള ലേബർ എഫിഷ്യൻസി വാരിയൻസ് ആയിരിക്കും. ഐഡിൽ ടൈം വാരിയൻസ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വാരിയൻസ് വിച്ച് അറൈസസ് ടു ദി അബ്നോർമൽ ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നെസ്, പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര. മെഷീൻ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടോ
പവർ ഫെയിലിയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ അസുഖം കൊണ്ടോ അബ്നോർമൽ ഐഡിൽ ടൈം, അതായത് വർക്കേഴ്സിൻ്റെ അബ്നോർമൽ ഐഡിൽ ടൈം ഈ പറഞ്ഞ എക്സാമ്പിൾസ് കൊണ്ടൊക്കെ വരാം. ഈ ഒരു കാരണം കൊണ്ട് ലേബർ കോസ്റ്റ് വാരിയൻസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡിൽ ടൈം വാരിയൻസ് പറയുന്നത്. ടൈം അവിടെ ഐഡിയലായി പോവുകയാണ്, പ്രൊഡക്ഷൻ നടന്നില്ല, വർക്കർക്ക് വയ്യാതായിട്ടോ അതല്ലെങ്കിൽ പവർ ഇല്ലാത്തത് കൊണ്ടോ മെഷീൻ ഫെയിൽ ആയതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ വരുന്ന വാരിയൻസിനെയാണ് ഐഡിൽ ടൈം വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ when the different types or grades of labor are used in production process, two or more variants are compared. നമ്മൾ നേരത്തെ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ലാബേഴ്സിന് ഡിഫറെൻറ്റ് ഗ്രേഡിലുള്ള ലാബേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിന് എങ്കിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന വാരിയൻസ് ലേബർ മിക്സ് വാരിയൻസും ലേബർ ഈൽഡ് വാരിയൻസും ആണ്. ലേബർ മിക്സ് വാരിയൻസ് ഈസ് എ പാർട്ട് ഓഫ് ലേബർ എഫിഷ്യൻസി വാരിയൻസ്. ഇറ്റ് അറൈസസ് വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സ് ഈസ് എ മിക്സർ ഓഫ് ഗ്രേഡ്സ് ഓഫ് ലേബർ. പലതരം ഗ്രേഡിലുള്ള ലേബേഴ്സിനെ മിക്സ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ അതിൽ വരുന്ന കോമ്പോസിഷനിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് മാറ്റം കൊണ്ടുവരുന്ന വാരിയൻസിനെയാണ് ലേബർ മിക്സ് വാരിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ലേബർ ഈൽഡ് വാരിയൻസ്. ലേബർ ഈൽഡ് LYV, ലേബർ yield variance. This is like material yield variance. It is a difference between standard labor output and actual output or yield. എത്രയാണോ സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് അവർ ശരിക്കും എത്രയാണോ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. അപ്പോൾ വരുന്നതാണ് ലേബർ yield വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓവർ ഹെഡ് വാരിയൻസിനെ കുറിച്ചാണ്. ഓവർ ഹെഡ് വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് കോസ്റ്റ് ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ആക്ച്വൽ ഓവർ ഹെഡ് ഇൻകേർഡ്. സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് എത്രയാണോ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് ശരിക്കും എത്രയാണോ ഓവർ ഹെഡ് ഇൻകർ ചെയ്തിട്ടുള്ളത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഓവർ ഹെഡ് വാരിയൻസ് പറയുക. It is split into variable overhead variance and fixed overhead variance. ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നോക്കൂ. വേരിയബിൾ ഓവർഹെഡ് വാരിയൻസ്, അതുപോലെ ഫിക്സഡ് ഓവർഹെഡ് വാരിയൻസ്. സ്പ്ലിറ്റ് ഇൻറ്റു ടു. ഏതൊക്കെയാണ്? വേരിയബിൾ ആൻഡ് ഫിക്സഡ്. വേരിയബിൾ ഓവർഹെഡ് വാരിയൻസ് പറയുകയാണെങ്കിൽ variable overhead cost variances. That means the difference between actual variable overhead and standard variable overhead cost for actual output. Actual outputന് വേണ്ടി ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റും ആക്ച്വൽ ഇൻകർ ചെയ്തതും കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു ടു. അതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ എന്നും അതേപോലെ വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി എന്നും. അതുകൊണ്ട് തന്നെ ആ വാരിയൻസിനെ നമ്മൾ വിളിക്കുന്നത് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ്. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ ആണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ്. ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ആൻഡ് അബ്സോർബ്ഡ് വേരിയബിൾ ഓവർഹെഡ്. എന്താണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെ ഡിഫറൻസ് ആണ്? ഡിഫറൻസ് ബിറ്റ്വീൻ അലൗഡ് വേരിയബിൾ, അലൗ ചെയ്തിട്ടുള്ള വേരിയബിൾ, വാരി ചെയ്യുന്ന ഓവർഹെഡ് പ്രൊഡക്ഷൻ ചേഞ്ചസിനനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അങ്ങനെ അലൗ ചെയ്തിട്ടുള്ള വേരിയബിൾ ഓവർഹെഡും അബ്സോർബ് ചെയ്തിട്ടുള്ള വേരിയബിൾ ഓവർഹെഡും തമ്മിൽ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യണം. ഡിഫറൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വാരിയൻസ് ആണ് അവിടെ. അതുപോലെ വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് ആണെങ്കിൽ there is a difference between actual variable overhead incurred and allowed variable overhead based on actual hours worked. എത്ര ഹവേഴ്സ് ബേസിലാണ് അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഹവേർലി ബേസിൽ വർക്ക് എത്ര മണിക്കൂർ കൊണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. എത്ര വർക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻകർ ചെയ്തിട്ടുള്ള ആക്ച്വൽ ഓവർഹെഡും സ്റ്റാൻഡേർഡും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ വിളിക്കുക എന്താണ്? വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്നാണ് വിളിക്കുക. ഇനി ഫിക്സഡ് ഓവർഹെഡ് വാരിയൻസ് പറയുന്നത്
there is a difference between standard fixed overhead for the actual production and actual fixed overhead. ശരിക്കും ഫിക്സഡ് ഓവർഹെഡ് എത്രയാണോ സ്റ്റാൻഡേർഡ് എത്രയാണോ ഫിക്സ് ചെയ്തിട്ടുള്ളത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ഇവിടെയും രണ്ട് ടൈപ്പ് വരും. ദാറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ വാരിയൻസും വോളിയം വാരിയൻസും. ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് പ്രൈസ് വാരിയൻസ്, that is the difference between budgeted fixed overhead and actual fixed overhead. ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ഇൻകർ ചെയ്യുന്നത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ്ഡ് ആൻഡ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്. ഇവിടെ ഓവർഹെഡ് വോളിയം വാരിയൻസ് പറയുമ്പോൾ ഇവിടെ ഫിക്സഡ് ഓവർഹെഡ് വാരിയൻസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ് ചെയ്തിട്ടുള്ള ചാർജ്, ഓരോ യൂണിറ്റിലേക്കും ചാർജ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ് ചെയ്തത് എത്രയാണോ, ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് എത്ര, അതിലേക്ക് ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന എത്രയാണോ, ശരിക്കും എത്രയാണോ ചാർജ് ചെയ്തിട്ടുള്ള രണ്ടും കൂടെ കമ്പയർ ചെയ്യലാണ്. ഇതിൽ കപ്പാസിറ്റി വാരിയൻസ്, എഫിഷ്യൻസി വാരിയൻസ്, കലണ്ടർ വാരിയൻസ് പറഞ്ഞിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റി വാരിയൻസ് പറയുന്നത് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു വർക്കിംഗ് അറ്റ് ഹയർ ഓർ ലോവർ കപ്പാസിറ്റി ദാൻ സ്റ്റാൻഡേർഡ്. ഇറ്റ് റിലേറ്റഡ് ടു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ്. എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റിയാണ് സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ 50% ആണെങ്കിൽ ചിലപ്പോൾ 40% യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 60% യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കപ്പാസിറ്റിയുടെ ലെവൽ എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ യൂട്ടിലൈസേഷൻ എത്രയാണ്, അതിനനുസരിച്ച് വന്നിട്ടുള്ള ഒരു വാരിയേഷൻസ്, ഡിഫറൻസ്, അതിനാണ് കപ്പാസിറ്റി വാരിയൻസ് പറയുന്നത്. എഫിഷ്യൻസി വാരിയൻസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് എഫിഷ്യൻസി ആൻഡ് ആക്ച്വൽ എഫിഷ്യൻസി. ഇവിടെ എഫിഷ്യൻസി വാരിയൻസ് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വാരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ഇവിടെ ഡിഫറൻസ് വരുന്നത് എപ്പോഴാണ്, ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ബിറ്റ്വീൻ ബഡ്ജറ്റഡ് എഫിഷ്യൻസി, ഇത്ര എഫിഷ്യൻസി ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആക്ച്വലി എത്ര എഫിഷ്യൻസി വന്നിട്ടുണ്ട്, രണ്ടും കൂടെ കമ്പയർ ചെയ്യുക, ഡിഫറൻസ് ഉണ്ടോ, എഫിഷ്യൻസി വാരിയൻസ് ആണ്. ഇനി കലണ്ടർ വാരിയൻസ് എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് വോളിയം വാരിയൻസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആൻഡ് ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അതായത് ഇവിടെ വോളിയം വാരിയൻസിൻ്റെ ഒരു പാർട്ടാണിത്. ഇവിടെ വിച്ച് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ, ഇത് ഏത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ തമ്മിൽ ഡിഫറൻസ് കൊണ്ടാണ് ഈ വാരിയൻസ് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് സ്റ്റാൻഡേർഡ് ഇത്ര ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര ഡേയ്സ് ഒരു മന്തിൽ നിന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് പക്ഷേ ആ 20 ഡേയ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എത്രയാണോ വന്നത് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. അത് ചിലപ്പോൾ അതേ നമ്പർ ആയിരിക്കും, അതല്ലെങ്കിൽ കൂടുതലുണ്ടാവും, കുറവുണ്ടാവും. കൂടുതലോ കുറവോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ വാരിയൻസ് വരുന്നത്. ദാറ്റ് ഈസ് കലണ്ടർ വാരിയൻസ്. അപ്പോൾ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന വാരിയൻസിനെ വർക്കിംഗ് ഡേയ്സുമായിട്ട് കമ്പയർ ചെയ്ത് വാരിയൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി നോൺ ആസ് കലണ്ടർ വാരിയൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഓവർഹെഡ് വാരിയൻസ്. ഇവിടെ നമ്മൾ ലേബർ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, ഓവർഹെഡ് വാരിയൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? മെറ്റീരിയലും ലേബറും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ ഓവർഹെഡാണ് കുറച്ച് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അവിടെ മെയിനായിട്ട് ഫിക്സഡും വാരിയബിളാണ്. അത് ആ ഫിക്സഡിൽ ഏതൊക്കെയാണ് വാരിയബിൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.